ഇനി കണ്ണൂരിൽ നിന്ന് തുഷാര ചേരുന്നുണ്ട്. തുഷാര, ഈ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പല ജില്ലകളിൽ നിന്നായി മഴക്കെടുതിയുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറാണ്. എന്താണ് കണ്ണൂരിലെ സ്ഥിതി? ഇപ്പോൾ അവിടെ മഴയുണ്ടോ? രോഷിനി, കണ്ണൂരിലെ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഉച്ചയോട് കൂടിയിട്ട് മഴയ്ക്ക് അല്പം കുറവ് ഉണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പയ്യന്നൂർ ഭാഗത്ത് അത്യാവശ്യം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 4 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. വലിയ മരങ്ങൾ കടപുഴകി വീണാണ് ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആളുകൾക്ക് പ്രത്യേകിച്ച് ആളപായങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പ്രദേശങ്ങളെല്ലാം തന്നെ നഗരസഭ അധികൃതർ സന്ദർശിച്ചിട്ടുണ്ട്. മറ്റ് പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വാഴ, കവുങ്ങ് തുടങ്ങിയ കൃഷികളിലെല്ലാം വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. തലശ്ശേരി തലായിൽ ഒരു വീടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കടൽക്ഷോഭം കൂടെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പയ്യാമ്പലം കടൽമുട്ടിൽ കല്ലുകൾ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അവ ഇളകിയതിനാൽ ജനങ്ങളോട് ആ ഭാഗത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുലിമുട്ടിൽ ഇത്തരത്തിൽ ഉദ്ഘാടനം നടത്താൻ നിൽക്കുകയായിരുന്നു. അതിനു മുന്നേ ആണ് ഇത്തരത്തിൽ ഒരു അപകട ഭീഷണി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രോഷിനി, ശരി. തുഷാരയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.